ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പിശാച് കയറുന്നതിൻ്റെ ഒന്ന് രണ്ട് ഘട്ടങ്ങൾ. അതിൽ പ്രധാനമായും പറയുന്നത് അയാൾ ഭയപ്പെടുന്ന സമയത്താണ്. ആദ്യം ഒന്നും ഭയപ്പെടുത്തി നോക്കും. കാരണം മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പിശാചിന് കയറാൻ പെട്ടെന്നൊന്നും സാധിക്കില്ല. ഭയപ്പെടുന്ന സന്ദർഭത്തിൽ അവൻ്റെ മനസ്സ് വളരെയധികം ലോലമാവുകയും ശരീരം വിറങ്ങലിക്കുകയും വളരെ സ്ഥൂലമാവുകയും ചെയ്യുന്ന ആ ഒരു ഘട്ടം, അതിനാദ്യം പിശാച് പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക എന്ന തന്ത്രമാവും പ്രയോഗിക്കുക. അതുപോലെ വർഷങ്ങളായി ശരീരത്തിൽ പിശാച് ബാധ ഉള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവർ വിജനമായ സ്ഥലത്തോ അല്ലെങ്കിൽ ആരുമില്ലാത്ത സ്ഥലത്തോ അസമയത്തോ ഒക്കെ കുളിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് പോകുന്ന സന്ദർഭത്തിലുമൊക്കെ ആ സന്ദർഭങ്ങളിലായിരിക്കും അവർക്കത് പിടിപെടുക. അതിൻ്റെ മുന്നോടിയായി അവരെ ഭയപ്പെടുത്തി അവരുടെ ശരീരവും മനസ്സും തളർത്തിയതിന് ശേഷമായിരിക്കും ആ പിശാച് കയറിയിട്ടുണ്ടാവും. അങ്ങനെ കയറുന്ന ആ പിശാചുക്കൾ വളരെ ദീർഘകാലം ആ ശരീരത്തിൽ വസിക്കാനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. അതുപോലെ യാതൊരുവിധ ശാരീരികമായ ഇളക്കവും അതുപോലെ പിശാച് ബാധയേറ്റവർ തുള്ളുന്നത് പോലെയുള്ള അങ്ങനത്തെ യാതൊരടയാളവുമില്ലാതെ ചിലരിൽ പിശാചിൻ്റെ സാന്നിധ്യമുണ്ടാവും. അത് അവരിലുണ്ടാക്കുന്ന മാറ്റം, സ്ത്രീകളാണെങ്കിൽ മുടി ജട പിടിക്കുക, അവരുടെ മുടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജട പിടിക്കുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റും. അത് പിശാചിൻ്റെ സാന്നിധ്യമാവാൻ സാധ്യതയേറെയാണ്. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും അവർക്കുണ്ടാക്കില്ല, പക്ഷെ പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അത് മെല്ലെ മെല്ലെ കാർന്നു തിന്നുന്ന വിധത്തിലുള്ള ഒരു രീതിയിലുള്ള പിശാചാണ്. അത് മെല്ലെ മെല്ലെ മാനസികമായി തളർത്തുകയും അതുപോലെ ഇബാദത്തിൽ നിന്ന് അകറ്റുകയും ദീനിൽ നിന്ന് അകറ്റുകയും ചെയ്യുക എന്ന ഒരു കർത്തവ്യമായിരിക്കും ആ പിശാച് ചെയ്യുന്നത്. അതുപോലെ മുടിയുമായി ബന്ധപ്പെട്ട് മുടിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. സ്ത്രീകൾ മുടി കോതുമ്പോൾ അല്ലെങ്കിൽ മുടി ഈരുമ്പോൾ ആ മുടി അവർ കൂട്ടിവെച്ച് കുഴിച്ചിടുക എന്നതാണ്. നഖം വെട്ടിയാൽ അത് കുഴിച്ചിടുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ നഖവും മുടിയും പുറത്തേക്ക് നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് സിഹർ, ആരുടെ മുടിയാണോ അവർക്ക് സിഹർ ചെയ്യാൻ ഏറ്റവും എളുപ്പമായ മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തത് നബിയുടെ ചീർപ്പിൽ നിന്നുള്ള മുടിയിലാണ് എന്ന് ദർവാൻ എന്ന കിണറ്റിൽ സിഹർ ചെയ്തു വച്ചിരുന്നത് മുടിയിലായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ മുടിയിൽ സിഹർ ചെയ്യുന്നത് വളരെ എളുപ്പമായ ഒരു മാർഗമാണ്. അതുകൊണ്ടുകൂടിയാണ് മുടിയൊന്നും പുറത്ത് കളയാൻ പാടില്ല. അതിന് പുറമെ സ്ത്രീയുടെ മുടി ഔറത്താണ്, അതുകൊണ്ടാണത് കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞ് പലരും ശ്രദ്ധിക്കാത്ത വിഷയമാണ്. ഒന്ന്. രണ്ടാമത്തത്, ആ മുടി കൊണ്ട് ആരുടെ മുടിയാണോ ആ വ്യക്തിക്കല്ലാതെ ആ സ്ത്രീക്കല്ലാതെ മറ്റൊരാൾക്ക് ആ മുടി കൊണ്ട് ചെയ്യാനും സാധിക്കും. അങ്ങനെ ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നേരിയ അംശവും ബുദ്ധിമുട്ടും ആ മുടിയുടെ ഉടമസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും ഉണ്ട്. മുടി, നഖം എന്നിവ വെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പൊഴിഞ്ഞു പോയിക്കഴിഞ്ഞാൽ അത് കുഴിച്ചു മൂടുക എന്നതാണ് ചെയ്യേണ്ടെന്ന രീതി. ഇല്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ പലവിധ ശൈത്താനികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.